ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മൊഡ്യൂൾ 2 ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന ടോപ്പിക് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനലോഗ് സർക്യൂട്ട്സ് EC ട്രിപ്ലി ഡിഫറെൻറ്റ് ബ്രാഞ്ചസിന് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ ബിടെക് മെഡിസി യൂട്യൂബ് ചാനലിൽ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മൊഡ്യൂൾ 1 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, പ്രോബ്ലംസ്, അതുപോലെ ട്രാൻസിസ്റ്റർ ബയാസിങ്, ഡിഫറെൻറ്റ് ബയാസിങ് ടെക്നിക്സും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. മൊഡ്യൂൾ 1 പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ കോംപ്ലിമെൻ്ററി കോൺഫിഗറേഷൻ്റെ സ്റ്റാർട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, മൊഡ്യൂൾ 1 നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബയസിങ് പഠിച്ചായിരുന്നു. അപ്പോൾ ബയസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DC കണ്ടീഷൻസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബയസിംഗ് കൊണ്ടുള്ള മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പം ആഫ്റ്റർ ബയസിങ് എന്തായിരിക്കും, നമ്മളുടെ DC കണ്ടീഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു ബയസ്ഡ് ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ DC കണ്ടീഷൻസ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഓപ്പറേറ്റിംഗ് പോയിൻ്റൊക്കെ ഫിക്സ് ചെയ്തിരിക്കും. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിനെ നമ്മളൊരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻപുട്ടിൽ നമ്മൾ ഒരു AC സിഗ്നലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. AC സിഗ്നൽ അപ്ലൈ ചെയ്യും. അപ്പം ഔട്ട്പുട്ട് എന്തായിരിക്കണം, ഒരു AC ഔട്ട്പുട്ട് ആയിരിക്കണം. നമുക്ക് ആംപ്ലിഫൈഡ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം നമ്മളൊരു കോംപ്ലിമെൻ്ററി കോൺഫിഗറേഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്നത് എന്താണ്, ഒരു ബയസ്ഡ് ട്രാൻസിസ്റ്ററാണ്. ബയസ്ഡ് ട്രാൻസിസ്റ്റർ അതിലേറ്റവും ബെറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് സർക്യൂട്ടാണ്. ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു ബയസ് ട്രാൻസിസ്റ്ററിലേക്കാണ് നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇൻപുട്ട് AC എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഡീഫാൾട്ടായിട്ട് എന്ത് കാണും, DC കമ്പോണൻറ്റും കൂടെ കാണും. ഓക്കെ, ഇൻഹറൻ്റായിട്ട് DC കമ്പോണൻസൊക്കെ കാണും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ട്രാൻസിസ്റ്ററിന് DC കണ്ടീഷൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊരു DC കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ഫുള്ള് ചേഞ്ച് ആവും. ഓക്കെ, DC കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ലോഡ് ലൈനൊക്കെ ഡ്രോ ചെയ്തായിരുന്നു. CE ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് VCEയും IC ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ക്യൂ പോയിൻ്റൊക്കെ ആക്റ്റീവ് റീജിയനിൽ സെറ്റ് ചെയ്തായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ പ്യൂർലി DC കണ്ടീഷൻസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻപുട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇൻപുട്ട് ACയുടെ കൂടെ DCയും കൂടെ വരും. അപ്പം ഡയറക്റ്റ് നമ്മൾ DC കൊടുക്കുകയാണെങ്കിൽ ഈ DC കണ്ടീഷൻസ് ഫുൾ ചേഞ്ച് ആവും. അപ്പോൾ നമുക്കിവിടെ എന്ത് മാത്രമേ കൊടുക്കാവുള്ളൂ, AC ഇൻപുട്ട് സിഗ്നൽ മാത്രമേ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ പ്ലേസ് ചെയ്യും. ഇൻപുട്ട് സൈഡിലൊരു കപ്പാസിറ്റർ പ്ലേസ് ചെയ്യും. ആ കപ്പാസിറ്ററിനെ വി കോൾ ഇറ്റ് ആസ് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയും. കപ്ലിംഗ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പാസസ് AC ആൻഡ് ബ്ലോക്ക് DC ആണ്. നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ACയും DC ആണ്. കപ്പാസിറ്റർ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ DCയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ വരത്തുള്ളൂ, AC സിഗ്നൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ടിൽ DC കണ്ടീഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് AC മാത്രമേ വരുന്നുള്ളൂ. അപ്പം പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻപുട്ട് സൈഡിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ DCയെ ബ്ലോക്ക് ചെയ്യാനാണ്. DC കൂടെ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന DC ബയസിങ് മൊത്തം ചേഞ്ച് ആവും. ഇനി ഈ ഇപ്പം സപ്പോസ് ഇതൊരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ, നമ്മളിപ്പം ബയസ്ഡ് ട്രാൻസിസ്റ്റർ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ അത് ഡിഫറൻ്റ് ഉണ്ട്. ഇപ്പം സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ട്. ഓക്കെ, അതുപോലെ മൾട്ടി സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ 1 ആണെങ്കിൽ വേറെ RC കപ്പിൾഡ് ആംപ്ലിഫയറിലേക്ക് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് കാസ്കേഡ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് സെക്കൻഡ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഒരു കപ്പാസിറ്റർ വെക്കണം. കാരണം ഇവിടെ AC മാത്രമേ വരാവുള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, കാസ്കേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെയും ഡി സി ബയസ് ഫിക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വേണം, എന്തെങ്കിലും ഡി സി കമ്പോണൻസ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യണം. സോ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ എന്താക്കും, ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വെക്കും. അപ്പോൾ ഈ രണ്ട് കപ്ലിംഗ് കപ്പാസിറ്ററിനെ ഒന്ന് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ 1 എന്നും കപ്ലിംഗ് കപ്പാസിറ്റർ 2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയെ പാസ് ചെയ്യുകയും ഡി സിയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഡി സിയെ ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബയസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡി സി കണ്ടീഷൻസ് മൊത്തം ചേഞ്ച് ആവും. ഇതാണ് നമ്മളുടെ ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ സിലബസിൽ സെക്കൻഡ് മോഡ്യൂളിൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർ സി കപ്പിൾഡ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, അതുപോലെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ചോദിക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ ഓരോ കമ്പോണൻറ്റിൻ്റെയും നീഡ് എന്താണെന്നുള്ള കാര്യവും എക്സാംസിന് പ്രീവിയസ് ഇയറൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഡ്രോ ചെയ്യാം. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഡ്രോ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഒരു BJT വരയ്ക്കുക. ഓക്കെ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വരയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് ബേസ് ഉണ്ട്, ദിസ് ഈസ് കളക്ടർ, ദിസ് ഈസ് എമിറ്റർ. ഇനി ഇതിനകത്ത് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ R1 R2, ദിസ് ഈസ് R1, ദിസ് ഈസ് R2. അപ്പോൾ R1 R2 എന്ന് പറയുന്നത് ബയസിങ്ങിന് വേണ്ടിയിട്ടാണ്. കളക്ടറിൻ്റെ അവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ദാറ്റ് ഈസ് RC. അതുപോലെ എമിറ്ററിന് അക്രോസും എമിറ്ററിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, RE എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിനൊരു VCC സപ്ലൈ കൊടുക്കണം. ദിസ് ഈസ് VCC. കോമൺ എമിറ്റർ ആയതുകൊണ്ട് എമിറ്റർ ഗ്രൗണ്ട് ചെയ്യണം. സോ ഇത് ഗ്രൗണ്ട് ചെയ്തു. ഇനി ഔട്ട്പുട്ട്, ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കൊടുക്കണം. ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിലേക്കാണ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ബേസിലേക്ക് ഡയറക്റ്റ് എടുത്ത് ഇൻപുട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഹെൽപ്പോടു കൂടിയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കപ്ലിംഗ് കപ്പാസിറ്റർ വെക്കും, അതിന് നമ്മൾ CC1 എന്ന് പറയും. ഇനി ഇവിടെ ബേസിൽ ഒരു സ്മോൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കളക്ടറിന് ക്രോസ് എടുക്കുന്നത്. അവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് VO എടുക്കും. ദിസ് ഈസ് CC2. ഇനി നമ്മൾ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റർ RL പ്ലേസ് ചെയ്യും. ഇനി ദിസ് ഈസ് RL. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു എമിറ്ററിന് ബൈപ്പാസ് ചെയ്തൊരു കപ്പാസിറ്റർ. ഓക്കെ, ഇപ്പം ഈ RE റെസിസ്റ്ററിന്, അതായത് എമിറ്റർ റെസിസ്റ്ററിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ കൊടുക്കും, ദാറ്റ് ഈസ് CE കപ്പാസിറ്റർ. അതിനെ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. അതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ഡ്രോ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ R1 R2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ദാറ്റ് ഈസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. RC RL നമ്മൾ ഔട്ട്പുട്ടിലുള്ള ലോഡ് റെസിസ്റ്ററാണ്, ലോഡ് റെസിസ്റ്റർ. ഇനി നെക്സ്റ്റ് RE ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് വരുന്ന റെസിസ്റ്റേഴ്സ്. RE റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ RE യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിൽ CC1 CC2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്ററാണ്, കപ്ലിംഗ് കപ്പാസിറ്റർ. അതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC പാസ് ചെയ്യും, ബ്ലോക്സ് DC എന്നുള്ളതാണ്. ഇനി CE ഉണ്ട്, ദാറ്റ് ഈസ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയും, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. ഇത്രയാണ് ഇതിനകത്ത് കമ്പോണൻസ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിന് അക്രോസ് ആണ്, എമിറ്റർ ഗ്രൗണ്ട് ചെയ്യും, ഔട്ട്പുട്ട് ടേക്കൺ അക്രോസ് കളക്ടറാണ്, VCC സപ്ലൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ RE റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് IC ഇൻക്രീസ് ചെയ്യും, കളക്ടർ കറണ്ട് IC ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് IEയും ഇൻക്രീസ് ചെയ്യും.
So voltage drop across RE. Voltage drop across RE increase ചെയ്യും. That means reverse bias. ഈ എമിറ്ററും ബേസ് അക്രോസ് ഉള്ള റിവേഴ്സ് ബയാസ് ഇൻക്രീസ് ചെയ്യും. അപ്പം നോർമലി നമ്മളുടെ ഇവിടെ ഒരു ഫോർവേഡ് ബയാസ് ഉണ്ട്. ആ ഫോർവേഡ് ബയാസ് ഡിക്രീസ് ചെയ്യും. ഫോർവേഡ് ബയാസ് ഡിക്രീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ ബി ഡിക്രീസ് ചെയ്യും. ഐ ബി ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി ആണ്. ഐ ബി ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഐ സിയും ഡിക്രീസ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ക്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വേരി ചെയ്യുന്നതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്ററാണ് RE റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് തെർമൽ സ്റ്റെബിലിറ്റി ആണ്. ഇനി ഇതിനകത്ത് ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, CE കപ്പാസിറ്റർ. അപ്പോൾ അതിൻ്റെ യൂസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു AC സിഗ്നൽ, സ്മോൾ AC സിഗ്നൽ നമ്മൾ എങ്ങോട്ട് അപ്ലൈ ചെയ്യും? ഇതിൻ്റെ ബേസിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സിഗ്നൽ REയിൽ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും? ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് എന്തിനെ അഫക്റ്റ് ചെയ്യും? നമ്മളുടെ തെർമൽ സ്റ്റെബിലിറ്റിയെയും ക്യൂ പോയിൻറ്റിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിലേക്കൂടെ എന്ത് മാത്രമേ പോകാവുള്ളൂ? നമുക്കിതിലേക്കൂടെ DC മാത്രമേ പോകാവുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന AC പ്ലസ് DC ഉണ്ടെങ്കിൽ ഈ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഈ CE ബൈപ്പാസ് കപ്പാസിറ്റർ എന്ത് ചെയ്യും? DCയെ ബ്ലോക്ക് ചെയ്യും. AC മാത്രം ഈ CE കൂടെ പാസ് ചെയ്യും. അപ്പം എന്ത് ചെയ്യില്ല, ഇവിടുത്തെ റൈസും ഫാളിനെ അഫക്റ്റ് ചെയ്യത്തില്ല. RE കൂടെ DC മാത്രം പോകും. ഇവിടെ വരുന്ന എന്തെങ്കിലും ഇൻപുട്ടിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിട്ടുള്ളത് ഈ കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്ത് ഇതിലേക്കൂടെ അങ്ങ് പോകും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഡ്രോപ്പ് കുറയുകയാണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിലെയും അതിനെ എഫക്റ്റ് ചെയ്യും. ഡ്രോപ്പ് വേരിയേഷൻസ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഉള്ളത് നമ്മളുടെ ഔട്ട്പുട്ട് ICനെ വേരി ചെയ്യിക്കും. അപ്പം ഇങ്ങനൊരു കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ചേഞ്ച് വരുന്ന AC സിഗ്നൽസിന് നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്തു പോകും. അപ്പോൾ അതാണ് ഈ ഒരു ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ യൂസ്. ഇപ്പോൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം എഴുതുക. അതിനകത്ത് ഇത്രയും റെസിസ്റ്റേഴ്സും ഇത്രയും കപ്പാസിറ്റേഴ്സും വരുന്നത്. ആ റെസിസ്റ്റേഴ്സിൻ്റെ ഓരോന്നിൻ്റെ യൂസ് എഴുതുക. അതിൽ RE സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ CEയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ എന്താണ് ഈ ഓരോ RC കപ്പിൾഡ് ആംപ്ലിഫയറിലെ ഓരോ കമ്പോണൻസിൻ്റെ യൂസും അതുപോലെ അതിൻ്റെ വർക്കിങ്ങുമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ CC1 CC2 എന്ന് വെച്ചാൽ കപ്ലിംഗ് കപ്പാസിറ്ററാണ്. ദാറ്റ് പാസസ് AC ആൻഡ് ബ്ലോക്ക് DC. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് RE ആണ്. RE ഫോർ തെർമൽ സ്റ്റെബിലിറ്റി ആൻഡ് CE ഫോർ ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ അതിനകത്ത് വേരിയേഷൻസ് വരുന്നത് എന്ത് ചെയ്യും? ACയെ ഈ CE കൂടെ അങ്ങ് പാസ് ചെയ്യും. സോ ദാറ്റ് DC വിൽ only flow through RE resistor and thereby achieving thermal stability. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനകത്ത് നമ്മളൊരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ഇൻപുട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ഫേസ് റിവേഴ്സ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. ആംപ്ലിഫൈ ചെയ്ത് ഫേസ് റിവേഴ്സിൽ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള റീസൺ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. BTech MEDC.